ഈയിടെ ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം വേറിട്ട് നിൽക്കാനും വൻ വിജയം നേടാനും ഒരു പ്രധാന കാരണം ചിത്രത്തിലെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ വളരെ പ്രായക്കുറവുള്ള കഥാപാത്രങ്ങൾ ആയിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഈ തരത്തിൽ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെക്കാൾ വളരെ പ്രായക്കുറവുള്ളവർ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ആയി വന്ന ചില സിനിമകൾ നോക്കാം. നക്ഷത്രകൂടാരം സുരേഷ് ഗോപി, ശ്വേതാ മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 1992 ജോഷി മാത്യു സംവിധാനം ചെയ്തിറക്കിയ സിനിമയാണിത്. ശരിക്കും ഇതൊരു നല്ല ചൈൽഡ് സൈക്കോളജിക്കൽ മൂവി കൂടിയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഒരു കൂട്ടം കുട്ടികളെ വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സിനിമയുടെ തീം വളരെ പ്രസക്തമാണ്. യൂട്യൂബിലുണ്ട്, എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കൂ. പിന്നെ ഈ ചിത്രത്തിൽ അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും എന്ന ഗാനം വളരെ എവർഗ്രീൻ ആയിട്ട് ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗാനമാണ്. രണ്ടാമത്തെ ചിത്രം ഒരു തമിഴ് സിനിമയാണ്, നാൻ മഹാനല്ല. 2010 കാർത്തിയെ നായകനാക്കി സുശീന്ദ്രൻ സംവിധാനം ചെയ്ത കിടിലൻ തമിഴ് ചിത്രം. ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളാണ് ഇതിലെ വില്ലന്മാർ. ശരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടപ്പോൾ ഈ ചിത്രമാണോ ഇതിൻ്റെ ഇൻസ്പിരേഷൻ എന്ന് പോലും തോന്നിപ്പോയി. ഒരു സൈഡിൽ കൂടി കാർത്തി കാജൽ അഗർവാൾ റൊമാൻറ്റിക് ട്രാക്ക് പോകുന്ന സമയത്ത് മറ്റൊരു വശത്ത് വില്ലന്മാർ കട്ട വയലൻസുമായിട്ട് മുന്നേറുകയാണ്. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലത്ത് സിനിമയുടെ ട്രാക്ക് പിന്നെ മാറുകയാണ്. എന്തായാലും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത്. വില്ലന്മാർ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഒരു കൂട്ടം നല്ല ഗാനങ്ങളും ഈ ചിത്രത്തിലുണ്ട്. സൂര്യഗായത്രി ഈയിടെ നടന്ന വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ റാഗിംഗ് കൊലപാതകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. ഒരു പ്രധാന വില്ലൻ എന്നതിലുപരി ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളാണ് മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിൽ ഉള്ളത്. ജോൺ പോളിൻ്റെ എഴുത്തിൽ പി അനിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മകൻ്റെ മരണത്തിന് അച്ഛൻ്റെ പ്രതികാരമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ.